ഏത് സംഖ്യ വന്നാലും സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സ്ക്വയർ എല്ലാവർക്കും അറിയാം. വർഗം എന്ന് പറഞ്ഞാൽ അതിനാൽ 2 പ്രാവശ്യം ഗുണിക്കുക. ഏത് സംഖ്യയുടെ സ്ക്വയർ ആണോ, ഇപ്പോ 16 എന്ന് പറയുന്ന സംഖ്യയുടെ സ്ക്വയർ അല്ലെങ്കിൽ വർഗം എന്ന് പറയുന്നത് 16 കൊണ്ട് ഗുണിച്ചതാണ്. അതാണ് നമ്മൾ എഴുതുന്നത് 256 നമ്മൾ എഴുതുന്നു. അപ്പോ 16ന്റെ സ്ക്വയർ വർഗം എല്ലാവർക്കും കാണാം. അത് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അർത്ഥം. അപ്പൊ 256ന്റെ എന്താണ് ഏത് 16? അതിനാണ് നമ്മൾ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലം എന്ന് വിളിച്ചത്. അപ്പോ 256ന്റെ വർഗമൂലം എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് നമ്മുടെ പ്രധാന ഇഷ്യൂ. സ്ക്വയർ കാണാൻ എല്ലാവർക്കും എളുപ്പമാണ്, വർഗം കാണാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ വർഗമൂലം എങ്ങനെ കണ്ടുപിടിക്കുന്നു? അപ്പൊ ഈ വർഗമൂലം കാണണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഏത് സംഖ്യ വന്നാലും അതിനെ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ ഡെസിമൽ ഫോം. നമുക്ക് അതിനെ ഏത് ഫോമിൽ എഴുതാൻ പറ്റും? ദശാംശ രൂപത്തിൽ എഴുതാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് സംഖ്യയെയും ദശാംശ രൂപത്തിൽ എഴുതാൻ പറ്റും. ദശാംശ രൂപത്തിൽ അല്ലെങ്കിൽ ഡെസിമൽ പ്ലേസിൽ എഴുതാം. ഇപ്പോ 2 എന്ന് പറഞ്ഞാൽ 2 എന്നുള്ളത് ഒരു സ്ഥിരസംഖ്യയാണ്. ഇത് ദശാംശ സംഖ്യയാണ്. 2ന് കഴിഞ്ഞിട്ട് പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിന് ശേഷം വരുന്നതെല്ലാം എന്താണെന്ന് അർത്ഥം? 0 ആണെന്ന് അർത്ഥം. 256 എന്ന് പറഞ്ഞാൽ 256 പോയിന്റ്, അതിനുശേഷം പൂജ്യങ്ങളേ ഉള്ളൂ. അതിന് എവിടെയെങ്കിലും ഒരു 1 വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഏത് എഴുതേണ്ടി വരും? ഈ ദശാംശം എഴുതേണ്ടി വരും, ഇല്ലേ? അപ്പോ ഒരു എണ്ണൽ സംഖ്യ രൂപത്തിലുള്ള സംഖ്യ, എണ്ണൽ സംഖ്യ ആണെങ്കിലും അതായത് നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിലും ആ സംഖ്യയിലും ഡെസിമൽ ഉണ്ട്. ആ ഡെസിമൽ ആഫ്റ്റർ ഡെസിമൽ എന്ത് മാത്രമേ ഉള്ളൂ? 0 മാത്രമേ ഉള്ളൂ എന്ന് അതിനർത്ഥം. അപ്പൊ നമ്മൾ ആദ്യം ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ ആ സംഖ്യയെ എനിക്ക് എങ്ങനെ എഴുതാം? ദശാംശ രൂപത്തിൽ എഴുതാൻ പറ്റും എന്നത് ഉറപ്പിക്കുക, മനസ്സിലാക്കുക. ഡെസിമൽ പാർട്ട് നമുക്ക് മസ്റ്റാണ് ഈ സംഖ്യക്ക്. അതായത് വർഗമൂലം കാണുമ്പോൾ ഡെസിമൽ പാർട്ട് ഉണ്ട്. അതുപോലെ അതിന് മുമ്പിലുള്ള ഇന്റിജർ പാർട്ട് ഉണ്ട്. ഇന്റിജർ പാർട്ട് ആൻഡ് ഡെസിമൽ പാർട്ട് ബോത്ത് ആർ കോൾഡ് എന്തോന്ന്? ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. അപ്പോ ഇതിന് അത് ഇംഗ്ലീഷ് വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഒരു ഡെസിമൽ സംഖ്യ എന്ന് പറയുമ്പോൾ ഡെസിമലിന് ശേഷമുണ്ട്, അതുപോലെ ഡെസിമലിന് മുമ്പിലുണ്ട്, ഇന്റിജർ പാർട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഏത് സംഖ്യയെയും ഇപ്പൊ 16 എന്ന് പറഞ്ഞാൽ 16.00 എന്ന് വരുന്ന സംഖ്യ. ഇതിന് 2 തരത്തിൽ നമുക്ക് വർഗമൂലം കാണാം. 2 തരത്തിൽ വർഗമൂലം കാണാം. അതില് ഒന്നാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഘടകക്രിയ രീതി. ആ രീതിയുടെ പേര് വേണമെന്ന് ഓർമ്മിക്കാം. ഘടകക്രിയ രീതി അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയും. എന്താണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാല് ഇതിന് ഞാൻ ഏറ്റവും ചെറിയ ഫാക്ടേഴ്സ് ആക്കി മാറ്റുന്നു. 16നെ ഏറ്റവും ചെറിയ ഫാക്ടേഴ്സ് ആക്കി മാറ്റുന്നു. 2 ആണ് ഏറ്റവും ചെറുത്. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ 2 ആണ് ഉണ്ടാവുക. അപ്പൊ 2 ആണെങ്കിൽ 8 ടൈംസ് പോകുന്നു, വീണ്ടും 2 4 ടൈംസ്, വീണ്ടും 2 ടൈംസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് 2കളുടെ 4 പ്രാവശ്യം ഗുണിച്ചാൽ എനിക്ക് ഏത് കിട്ടും? 16 എന്ന് കിട്ടും. 2കൾ 4 പ്രാവശ്യം ഗുണിച്ചാൽ നമുക്ക് 16 എന്ന് കിട്ടും. അപ്പൊ 16നെ എനിക്ക് എഴുതാൻ പറ്റുക 2കൾ 4 പ്രാവശ്യം. അതിന് എഴുതുന്നത് 2 പ്രാവശ്യത്തെ ഒരു 2ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഗുണിക്കണം അടുത്ത 2 പ്രാവശ്യത്തെ നമ്മൾ എന്ത് എഴുതുന്നു? ഒരു 2ന്റെ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെ? അപ്പൊ എനിക്ക് 4 പ്രാവശ്യത്തെ എങ്ങനെ എഴുതി? 2ന്റെ സ്ക്വയർ ഇൻറ്റു 2ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഇനി അല്ലെങ്കിൽ 2 × 4 2⁴ എന്ന് എഴുതിയാൽ മതി. 2⁴. അപ്പോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ റൂട്ട് 16 എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് 2ന്റെ സ്ക്വയറിന്റെയും റൂട്ടാണ്. 16നെയാണ് 2ന്റെ സ്ക്വയർ ഗുണിക്കണം 2ന്റെ സ്ക്വയർ എഴുതിയത്, അല്ലെ? അപ്പൊ ഇവിടെ റൂട്ട് 16 എന്ന് പറയുമ്പോൾ റൂട്ട് 2ന്റെ സ്ക്വയർ ഇൻറ്റു 2ന്റെ സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ റൂട്ടിനുള്ളിൽ 2ന്റെ സ്ക്വയർ 2 ഗുണിക്കണം 2
റൂട്ടിനുള്ളിൽ 2 വന്നാൽ ഒരു 2 പുറത്ത്, ഒരു 2ന്റെ സ്ക്വയറിന് പകരം ഒരു 2, ഇവിടെ അടുത്ത 2ന്റെ സ്ക്വയറിന് പകരം ഒരു 2. അങ്ങനെയാണ് 2 ഗുണിക്കണം 2 എനിക്ക് എത്രയായിട്ട് മാറുന്നത്? 4 മാറുന്നു. അപ്പൊ 4 എന്നുള്ള വർഗമൂലം 16 കിട്ടുന്നത് ഘടകക്രിയാ രീതിയിൽ ഇങ്ങനെയാ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ ഈ 256 കൂടി ഞാൻ ചെയ്യാം. മനസ്സിലാവാത്തവര് നോക്കുക. 256 എങ്ങനെയാണ് 16 എന്നുള്ള വർഗം കിട്ടുന്നത്, വർഗമൂലം കിട്ടുന്നത്? 256 ഇതേപോലെ ഘടകങ്ങളാക്കി 2 എത്ര പ്രാവശ്യം? 128 പ്രാവശ്യം, 2 64 പ്രാവശ്യം, 2 32 പ്രാവശ്യം, 2 16, 2 8, 2 4, 2 2. ഇങ്ങനെ എനിക്ക് ഫാക്ടറി ആക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെ ഫാക്ടറീസ് എഴുതുമ്പോൾ എണ്ണി നോക്ക് നിങ്ങള്. 1 2 3 4 5 6 7 8, 2 ഘാതം 8 പ്രാവശ്യം അല്ലേ? 2 ഘാതം റൂട്ട് 256 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ഘാതം 8, റൂട്ട് 2 ഘാതം 8, 2⁸8. അപ്പൊ 2⁸8ന്റെ പകുതി ആണ് എടുക്കേണ്ടത്. 8ന്റെ പകുതി എത്ര? 8ന്റെ പകുതി എത്ര? 4 ആണ് അല്ലേ? അപ്പൊ 2⁻√2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2, 4 പ്രാവശ്യം ഗുണിച്ചതാണ് എത്രയായിട്ട് മാറുന്നത്? 16 ആയിട്ട് മാറുന്നു. 4 പ്രാവശ്യം ഗുണിച്ചതാണ് 16 ആയിട്ട് മാറുന്നു അല്ലേ? അപ്പൊ ഈ തരത്തിൽ വർഗമൂലം നമുക്ക് കണ്ടുപിടിക്കാം. ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയാം ഇതിനെ. ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയാം. ഫാക്ടറുകളാക്കി മാറ്റിയിട്ട് നമുക്ക് ഇതിന്റെ വർഗമൂലം കാണാൻ പറ്റും. ഈ തരത്തിൽ നമുക്ക് ചെയ്യാം. എത്രയാണോ റൂട്ടിന്റെ ഉള്ളിൽ വരുന്നത് അതിന്റെ പകുതി നമുക്ക് പുറത്തെടുക്കാം. റൂട്ടിന്റെ ഉള്ളില് വരുന്നത് എത്രയാണ്? ഇപ്പൊ 36 ആണെന്ന് വിചാരിച്ചോ. 36 എന്നുള്ള സംഖ്യ വെച്ചു. 6 ആണെന്ന് എല്ലാവർക്കും അറിയാലോ. 6 ആണെന്ന് എല്ലാവർക്കും അറിയാലോ. എങ്ങനെ ഈ 6 കിട്ടുന്നത്? എങ്ങനെ കിട്ടുന്നത്? ഇതിനാ 2 എത്ര പ്രാവശ്യം പോവും? 18 പ്രാവശ്യം പോവും. 2 വീണ്ടും എത്ര പ്രാവശ്യം പോവും? 9 പ്രാവശ്യം പോവും. വീണ്ടും 2 പോവില്ല. അടുത്ത് പോകുന്ന ഏതായിരിക്കും? 3 ആയിരിക്കും. 9നെ 3 കൂടെ 3 എഴുതുക അല്ലേ? അപ്പൊ എനിക്ക് കിട്ടുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്? 2ന്റെ സ്ക്വയറും 3ന്റെ സ്ക്വയറുമാണ്. ഇപ്പൊ റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയറും 3ന്റെ സ്ക്വയറുമാണ്. റൂട്ടിന്റെ ഉള്ളില് 2ന്റെ സ്ക്വയറും 3ന്റെ സ്ക്വയറുമാണ്. റൂട്ടിന്റെ ഉള്ളിൽ 2ന്റെ സ്ക്വയർ വന്നാൽ പുറത്തു വരുമ്പോൾ ഒരു 2. റൂട്ടിനുള്ളിൽ 3ന്റെ സ്ക്വയർ വന്നാലോ ഒരു 3. അപ്പൊ 2 ഗുണിക്കണം 3 ആണ് എത്രയായിട്ട് മാറുന്നത്? 6 ആയിട്ട് മാറുന്നു. 2 ഗുണിക്കണം 3 6 ആകുന്നു. അപ്പൊ റൂട്ട് 2ന്റെ സ്ക്വയർ ഇൻറ്റു 3ന്റെ സ്ക്വയർ ആണ് 2 × 3. ഓരോ പ്രാവശ്യം റൂട്ടിനുള്ളിൽ 2 പ്രാവശ്യം ഒരേ സംഖ്യ വന്നാൽ അത് ഒരു പ്രാവശ്യം റൂട്ടില്ലാതായിട്ട് മാറും. റൂട്ടില്ലാതാവുമ്പോൾ ഒരു പ്രാവശ്യം പുറത്തു വരും എന്നാണ് അർത്ഥം. അപ്പോ 2 × 3 6 എന്ന് എഴുതാം. ഈ തരത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം ഞാൻ തരുന്നു. 841 841 നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കാണാൻ പറ്റുമോ? 841 841 ഞാൻ നിങ്ങൾ സംഖ്യ എടുത്ത് നോക്കുക. 841 എന്ന് പറയുമ്പോ 2 പോവൂല, ഇരട്ട സംഖ്യയല്ല. 3 പോവൂല. 3 പോവു നോക്കാൻ എന്താ വേണ്ടത്? 8 4 12 1 13. ഇത് കൂട്ടി നോക്കുക. കൂട്ടിയാലും 3 പോകുന്നുണ്ടെങ്കിൽ അതില് മാത്രമേ 3 പോവൂ അല്ലേ? 8 4 12 1 13 3 പോവാ. 13 3 പോവൂല. അപ്പൊ അതിന്റെ സമ്മ് കാണുന്ന സമ്മില് 3 പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അത് പോവൂ. പിന്നെ നിങ്ങൾ നോക്കിയാല് 2 പോവില്ല, 3 പോവില്ല, 4 പോവില്ല, 5 പോവില്ല, 6 പോവില്ല. ഇങ്ങനെ പോവില്ല. ഏത് സംഖ്യയും പോവില്ല. നിങ്ങൾ നോക്കുക, ഗുണിച്ചു നോക്കിയാൽ അവസാനം 11 പോവില്ല, 13 പോവില്ല. പിന്നെ പോകുന്നത് 29 ആണ്. നിങ്ങൾ നോക്കിയാല് 29
29 പ്രാവശ്യം പോലും. ഇവിടെയാണ് നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് എല്ലാ സമയത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വരുന്നത്. 841 പോലുള്ള സംഖ്യകൾ വന്നാൽ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന സംഖ്യകൾ സ്ക്വയർ വന്നാൽ നമ്മൾ മുടങ്ങിപ്പോവും. നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റില്ല. 169 കിട്ടിയാൽ 13 അല്ലാതെ വേറൊന്നും അതിൽ പോവില്ല. 13 അല്ലാതെ വേറൊരു ഘടകവുമില്ല. 13 × 13 ഉള്ളൂ. അതേപോലെ 17 × 17 289 കിട്ടണമെങ്കിൽ 17 വരെ നമ്മൾ നോക്കേണ്ടി വരും. അപ്പൊ ഇത്തരം പ്രൈം നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ, പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് രണ്ടാമത്തെ വഴിയുടെ പ്രത്യേകത. 841 29 വരെ നമ്മൾ എഴുതി നോക്കേണ്ടി വരും. 29നെ 29 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ 841 കിട്ടുള്ളൂ. അതേ ഒരു ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ 29 സ്ക്വയർ ആണ് 29 എന്ന് എഴുതുന്നത്. അപ്പൊ ഇത്തരം സന്ദർഭത്തില് നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഡിവിഷൻ മെത്തേഡ്, ഹരണക്രിയാ രീതി, ഡിവിഷൻ മെത്തേഡ് പേരോർമ്മിക്കണം. ഡിവിഷൻ മെത്തേഡ്, ഹരണക്രിയാ രീതി. എന്താണ് ഹരണക്രിയാ രീതി? അപ്പൊ അവിടെ ഹരണക്രിയാ രീതി, ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഡെസിമൽ നമ്പേഴ്സ് വേണ്ടത്. 841 ഇത് ഡെസിമൽ നമ്പർ ആണ് എന്നുള്ള ധാരണ ആദ്യം ഉണ്ടാവണം. എന്തുകൊണ്ട് വെച്ചാൽ ഡെസിമൽ നമ്പർ വന്നാലും നമുക്ക് ചെയ്യാൻ അറിയണം. നമുക്ക് വർഗ്ഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കാണണമെങ്കിൽ നമുക്ക് മെത്തേഡ് അറിയണം. ഡിവിഷൻ മെത്തേഡ് ആണെങ്കിൽ അറിയണം. അപ്പൊ അവിടെ ഡെസിമൽ ഉണ്ട്. 841 കഴിഞ്ഞിട്ടാണ് അതിനുശേഷം വരുന്നതെല്ലാം 0 എന്നുള്ള ധാരണ. അപ്പൊ അങ്ങനെ ഡെസിമൽ ഉണ്ടെങ്കിൽ ഈ ഡെസിമലിന്റെ മുമ്പിലുള്ള പാർട്ട് ഇന്റഗ്രൽ പാർട്ട്, മറ്റേ ഡെസിമൽ പാർട്ട്. ഈ ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന സാധനം അതിനെ ഗ്രൂപ്പുകളാക്കി തിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രൂപ്പുകളാക്കി തിരിക്കണം. ഗ്രൂപ്പുകളിൽ 2 അക്കങ്ങളാണ് വേണ്ടത്. ഗ്രൂപ്പുകളാക്കി തിരിക്കുമ്പോൾ 2 അക്കങ്ങളുടെ പേഴ്സ് ആണ് ഗ്രൂപ്പുകളായിട്ട് വരുന്നത്. ഓരോ ഗ്രൂപ്പിൽ വരിക എന്ന് പറയുമ്പോ ഇവിടെ നിന്ന് 84 കഴിഞ്ഞിട്ടല്ല, 84 അല്ല ഒരു ഗ്രൂപ്പ്. ഈ ഡെസിമൽ എവിടെയാണുള്ളത്? അതിൽ നിന്ന് ഇങ്ങോട്ട് ഇടുക. 1ഉം 4ഉം ഒരു ഗ്രൂപ്പ്, 8 ഒരു ഗ്രൂപ്പ്. ഇവിടെ ഈ ആദ്യത്തത് ചിലപ്പോൾ ഒരക്കമാവാം, 2 അക്കമാവാം, ചില സമയത്ത് 2 അക്കമാവാം. ഇപ്പൊ 1225 വിചാരിക്കാം. ഇവിടെ ഇത് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളത് അല്ലെ, 1225. അപ്പൊ ഇവിടെ എന്താ ഗ്രൂപ്പ് വരുമ്പോൾ ഇവിടെ 5ഉം 2ഉം ഒരു ഗ്രൂപ്പ്, 2ഉം 1ഉം ഒരു ഗ്രൂപ്പ്. മനസ്സിലായോ എഴുതിയത്? ഇപ്പൊ 1 2 3 4 5 6 7 ഇങ്ങനെയാണ് ഉള്ള ഒരു സംഖ്യ. ഇത് എത്ര ആയിക്കോട്ടെ, ഇവിടെ ഇത് കഴിഞ്ഞിട്ട് പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിന് ഇങ്ങോട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ആക്കുന്നത്. 6ഉം 7ഉം ഒരു ഗ്രൂപ്പ്, അതിനു മുമ്പില് 4ഉം 5ഉം വേറൊരു ഗ്രൂപ്പ്, അതിനു മുമ്പില് 1ഉം 2ഉം 2ഉം 3ഉം ഒരു ഗ്രൂപ്പ്, പിന്നെ 1 എന്ന സിംഗിൾ ഗ്രൂപ്പ്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പുകളാക്കി, ഒരു ഗ്രൂപ്പായിട്ട് ഓരോ ഗ്രൂപ്പുകളാക്കി നമ്മുടെ സംഖ്യയെ തിരിക്കണം. ക്ലിയർ ആണോ പറഞ്ഞത്? ഡെസിമലിന് മുമ്പിലോട്ട് ഈ 2 സംഖ്യകൾക്ക് വരുമ്പോൾ ഗ്രൂപ്പുകളാക്കി തിരിക്കാം. ഇനി ഇവിടെ 2 3 4 ഉണ്ട് വിചാരിച്ചു. 841 പോയിന്റ് എന്ന് പറഞ്ഞ സംഖ്യയുണ്ട്. 2 3 4 ഇവിടെയും ഇങ്ങനെയുള്ള ഡെസിമൽ സംഖ്യകളും വരാം. ഇങ്ങനെയുള്ള ഡെസിമൽ സംഖ്യകളും നമുക്ക് എന്ത് ആയിട്ട് വരാം? വർഗ്ഗമൂലം കാണാൻ വരാം. അങ്ങനെ വരുമ്പോൾ ഡെസിമലിന് ശേഷവും ഗ്രൂപ്പുകളാക്കി തിരിക്കണം. ഡെസിമലിന് ശേഷം മുമ്പിൽ തിരിക്കുക. ആദ്യം മുമ്പിൽ എന്തായാലും തിരിക്കണം. അതിനുശേഷം വരുന്നത്, ഡെസിമലിന് ശേഷം വരുന്നത് അങ്ങോട്ടാണ് ഗ്രൂപ്പ് ആക്കുക. 2ഉം 3ഉം ഒരു ഗ്രൂപ്പ്, 2ഉം 3ഉം ഒരു ഗ്രൂപ്പ്. 4 മാത്രമുള്ള ഗ്രൂപ്പ്, അവിടെ 4 മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂവെങ്കിൽ അതിന് 2 അക്കങ്ങളുടെ ഗ്രൂപ്പ് ആക്കണം. 2 അക്കങ്ങളുടെ ഗ്രൂപ്പ് ആക്കണമെങ്കിൽ ഇവിടെ ഇല്ലാത്തത് സംഖ്യ ഇല്ലെങ്കിൽ അവിടെ 0 ചേർക്കുക. അപ്പോഴെന്തായിട്ട് മാറും? 40 എന്നാവും.
മനസ്സിലായോ? അപ്പൊ 2, 3 ഒരു ഗ്രൂപ്പായി, 4, 0 അടുത്ത ഗ്രൂപ്പായി. ഇനിയും എനിക്ക് സ്ഥാനങ്ങൾ ഇവിടെ ഇപ്പോ ദശാംശത്തിന് ശേഷം ഓരോ ഗ്രൂപ്പുകൾക്കും ഈ 2 അക്കങ്ങളാണുള്ളത്. ആ 2 അക്കങ്ങൾക്ക് പകരമാണ് വർഗമൂലം കാണുമ്പോൾ ഒരു വില നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ പറഞ്ഞ്? ഓരോ ഗ്രൂപ്പിലും ആണ് നമ്മുടെ സംഖ്യ ഉള്ളത് അല്ലെ? ഓരോ ഗ്രൂപ്പിലും എത്ര അക്കങ്ങളുള്ളത്? 2 അക്കങ്ങളുള്ളത്. ആ 2 അക്കങ്ങൾക്കാണ് വർഗമൂലം കാണുമ്പോൾ ഒരക്കം കിട്ടുന്നത്. എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? 9 81. ബാക്കിയുള്ളതെല്ലാം നമുക്ക് 9. ഇപ്പൊ 81 വരെ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 10ന്റെ 100 അല്ലെ? 9 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാണ്? 10ന്റെ 100. 100ന് എത്ര അക്കായിട്ട് മാറി? 100ന് 3 അക്കായി. അവിടെ ഗ്രൂപ്പ് തിരിഞ്ഞു, ഗ്രൂപ്പ് മാറി അല്ലേ? അപ്പൊ ഒരു ഗ്രൂപ്പിൽ എത്ര ഉണ്ടാവുള്ളൂ? 2 അക്കം ഉണ്ടാവും. അപ്പൊ 2 അക്കം വരുമ്പോൾ അതിന്റെ വർഗമൂലമാണ് ഒരക്കം വരിക. ക്ലിയർ ആണല്ലോ പറഞ്ഞേ? അപ്പോ ഒരക്കം നമുക്ക് വരുമ്പോൾ ഇവിടെ ഈ ഒരു ഗ്രൂപ്പിന് ഒരക്കം, രണ്ടാമത്തെ ഗ്രൂപ്പിന് ഒരക്കം, ഇനി മൂന്നാമത്തെ ദശാംശം കഴിഞ്ഞ് മൂന്നാമത്തെ അക്കം വേണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് വീണ്ടും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണ്ടേ? ആ ഗ്രൂപ്പ് ഏതായിട്ട് എടുക്കേണ്ടി വരും? ഇല്ലെങ്കിൽ സംഖ്യ ഇല്ലെങ്കിൽ 2ഉം 0 എടുക്കേണ്ടി വരും. അടുത്ത ഗ്രൂപ്പ് എന്തായിട്ട് മാറും? 4, 0 കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പ് എന്തായിട്ട് മാറും? 0, 0 മാറും. ഇത് മസ്റ്റായിട്ട് അറിയണം. ഇതാണ് വർഗമൂലം കാണാൻ ആദ്യം അറിയേണ്ടത്. ഗ്രൂപ്പുകളാക്കി തിരിക്കുക. ദശാംശമുണ്ട്, അതിന് മുമ്പിലേക്ക് തൊട്ട് തന്നെ ഗ്രൂപ്പുകളാക്കുക. 1, 4 ഒരു ഗ്രൂപ്പ്, 8 മറ്റൊരു ഗ്രൂപ്പ്, ശേഷം അങ്ങോട്ട് ഗ്രൂപ്പുകളാക്കുക. ദശാംശത്തിന് ശേഷം 2, 3 ഒരു ഗ്രൂപ്പ്, 4 മാത്രം ഒരു ഗ്രൂപ്പല്ല. അവിടെ സംഖ്യ ഇല്ലെങ്കിൽ 0 ചേർക്കുക. അപ്പൊ 4, 0 അടുത്ത ഗ്രൂപ്പ് കൂടി വേണമെങ്കിൽ 0, 0 എന്ന് ചേർത്തോളുക. അപ്പൊ സംഖ്യകളുടെ ഗ്രൂപ്പുകളാക്കി തിരിക്കാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഞാൻ ഗ്രൂപ്പുകളാക്കി തിരിച്ചു. 841 ഇവിടെ സാധാരണ ഹരിക്കുന്ന പോലെ കൂടിട്ടു. ഹൃദയം ശ്രദ്ധിക്കുക. ഒന്ന് ക്യാമറ ഓണാക്കി വെക്കട. ഒന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ആദ്യത്തെ ഗ്രൂപ്പിൽ ഏതാള്? 8. 8ന് ഏതിന്റെ സ്ക്വയർ ആണ്? പോവുക നോക്കുക. 8 ആവാം, 8ന് മുകളിലാവാൻ പാടില്ല, 8ന് താഴെ ആവണം. 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്. 8ല് പോവുക, 3ന്റെ സ്ക്വയർ 9 പോവുക, സ്ക്വയർ പോവുക നോക്കണ്ടേ? 3ന്റെ സ്ക്വയർ പോവൂല. അപ്പൊ ഏതിന്റെ സ്ക്വയറേ പോരൂ? 2ന്റെ സ്ക്വയറേ പോരൂ. ആ 2 ഞാൻ മുകളിൽ എഴുതുന്നു, ഇവിടെ സൈഡിൽ എഴുതുന്നു. ഈ മുകളിൽ എഴുതുന്നു, 8ന്റെ മുകളിൽ എത്ര വരെയാണ് സംഖ്യ എടുത്തു വെച്ചാൽ അത്ര വരെ. 8ന് മുകളിൽ 2 എഴുതുന്നു, 2 സൈഡിൽ എഴുതുന്നു. ക്ലിയർ ആണല്ലോ? 2നെ 2 കൊണ്ട് ഗുണിക്കുക. ഈ മുകളിൽ എഴുതിയ 2നെ സൈഡിൽ എഴുതിയ 2 കൊണ്ട് ഗുണിക്കുക. 2നെ 2 കൊണ്ട് ഗുണിച്ച എത്ര വീട്ടില്? 4. 2, 4. അത് 8ന് താഴെ എഴുതുന്നു. എന്നിട്ട് അടിയിൽ വരയ്ക്കുക. ആദ്യത്തെ ഗ്രൂപ്പിൽ നിന്ന് ഗുണിച്ചെഴുതിയത് കുറയ്ക്കുക. ആദ്യത്തെ ഗ്രൂപ്പ് 8 ആണ്. 8ൽ നിന്ന് 4 കുറയ്ക്കുക. 8ൽ നിന്ന് 4 കുറച്ചാൽ എത്ര വീട്ടില്? 4 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞാൽ മനസ്സിലായില്ലേ? 8ൽ നിന്ന് 4 കുറച്ച് 4 എഴുതി. ഇനി നമ്മൾ ഹരിക്കുമ്പോൾ സംഖ്യകള് താഴ്ത്തിയിടുന്നത് പോലെ അടുത്ത ഗ്രൂപ്പാണ് താഴ്ത്തിയിടേണ്ടത്. അടുത്ത ഗ്രൂപ്പിൽ എത്ര അക്കങ്ങൾ ഉണ്ടാവും? 2 അക്കങ്ങൾ ഉണ്ടാവൂലേ? അടുത്ത 2 ഗ്രൂപ്പിൽ ഏതക്കം വരുന്നത്? 41. ആ 41 താഴ്ത്തിയിട്ടാല് ഇവിടെ എന്തായിട്ട് മാറി? 441, 441 ആയി. ഇവിടെ സംഖ്യ എന്തായിട്ട് മാറി? 441. ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. ഈ മുകളിലുള്ളതിന്റെ ഇരട്ടി, അതിന്റെ 2 ടൈംസ്, 2ന്റെ 2 ടൈംസ് 4 ആണ്. അല്ലെങ്കിൽ 2നോട് 2 കൂട്ടുക. ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം അതിനോട് കൂട്ടുക. 2 ആണെങ്കിൽ 2 കൂട്ടുക. എനിക്ക് എത്ര കിട്ടുക? 2ന്റെ ഇരട്ടി പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ആ 4 കുറച്ച് വിട്ടിട്ട് എഴുതുക. 4 ഇവിടെ ഇതിന് നേരെ 441ന് നേരെ കുറച്ച് വിട്ട് 4 എഴുതുക.
കുറച്ച് വിട്ട് 4 എഴുതുക. മനസ്സിലായ? 4 എഴുതി ഇല്ലേ? എങ്ങനെ 4 കിട്ടിയത്? മുകളിലുള്ളതിന്റെ ഇരട്ടിയാവാം, സൈഡിലുള്ളത് കൂട്ടുക. ഒറ്റയുടെ അല്ലെങ്കിൽ വൺത്ത് പ്ലേസിലുള്ള സംഖ്യ കൂട്ടുക. വൺത്ത് പ്ലേസ് ഇവിടെ ഇപ്പോ 32 ഉണ്ട് വിചാരിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് ഉണ്ടാവൂല. 32 ഉണ്ട് വിചാരിക്കാം. 32വിനോട് ഞാൻ കൂട്ടേണ്ടത് 32 അല്ല, 30 സൈഡിലുള്ളത് 32 ആണെങ്കിൽ 32വിനോട് വൺത്ത് പ്ലേസിലുള്ള 2 കൂട്ടുക. വൺത്ത് പ്ലേസിലുള്ളത് ഏതാണ്? 2 ആണ്. അപ്പൊ 32ഉം 2 കൂടി എത്രയാവുക? 34 ആണാവുക. ആ 34 ആണ് ഇവിടെ എഴുതുന്നത്. ഇവിടെ 32 ആണെങ്കിൽ അത് ഏതിന്റെ ഇരട്ടി ആയിരിക്കും? ഈ മുകളിലുള്ളതിന്റെ ഇരട്ടി ആയിരിക്കും. രണ്ട് തുല്യാണ്. ഒന്നുകിൽ അങ്ങനെ ആയിരിക്കും, മുകളിലുള്ളതിന്റെ ഇരട്ടി എഴുതണം, അല്ലെങ്കിൽ ഈ ഒറ്റയുടെ സ്ഥാനത്തുള്ളത് വൺത്ത് പ്ലേസിലുള്ളത് അതേ സംഖ്യ കൂട്ടുക. അപ്പൊ ഞാനിവിടെ 2 കൂട്ടി 4 എഴുതി. ഇനി ശ്രദ്ധിക്കുക, ഈ 4നോട് നമുക്ക് ഇവിടെ താഴ്ത്തിയുടെ സംഖ്യയില്ല. 41 നമ്മൾ താഴ്ത്തിയിട്ടു അല്ലെ? അപ്പൊ 441 നമുക്കറിയാം ഒരു വർഗ കണ്ടുപിടിക്കാൻ പറ്റുന്ന സംഖ്യ. അപ്പൊ 4ന്റെ വലതു ഭാഗത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഈ 4ന്റെ ഇത് ഗുണിച്ചു നോക്കിയാൽ വേണം. 4ന്റെ വലതു ഭാഗത്ത് ഒരു സംഖ്യ എഴുതിയാല് അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുക. ഏത് നമ്പറാണോ എഴുതിയത് അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ 4ന്റെ വലതു ഭാഗത്ത് ഞാൻ 2 എഴുതിയാൽ 42വിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 4ന്റെ വലതു ഭാഗത്ത് 3 എഴുതിയാൽ 43നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4ന്റെ വലതു ഭാഗത്ത് 7 എഴുതിയാൽ 47നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4ന്റെ വലതു ഭാഗത്ത് 8 എഴുതിയാൽ 48നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സംഖ്യ ഈ 441 പോകുന്നതായിരിക്കണം എന്ന് പറയുമ്പോൾ ഞാനിവിടെ 9 എഴുതിയാൽ 49നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 49നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 9 9s are 81. 9 9s are 81. ബാക്കി 8. 9 4s are 36. 36 plus 8 44. കൃത്യമായിട്ട് എനിക്ക് 441 കിട്ടും. അപ്പൊ 9 എഴുതണം. 9 എഴുതുമ്പോഴാണ്, അതേ 9 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 441. അത് കൃത്യമായിട്ട് പോണമെന്നില്ല ചില കേസിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പോകുന്നത് എത്ര വരെ മാക്സിമം പോവും ഗുണിച്ചു നോക്കുക. ആ സംഖ്യ കണ്ടുപിടിച്ച് 9 ആണ് ഇവിടെ. ആ 9 മുകളിൽ എഴുതുക. 41 വരെ എഴുതാണ് 9. ആ 9 എഴുതി. അതേ 9 ഇവിടെയും എഴുതുക. ഈ 4ന്റെ റൈറ്റ് സൈഡിൽ എഴുതുക. ഈ 9നെയാണ് 49 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. ഈ 9നെയാണ് 49 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 441 കിട്ടിയത്. ഇവിടെ ഗുണിച്ചു കഴിഞ്ഞാൽ, കുറച്ചു കഴിഞ്ഞാൽ സാധാരണ കുറയ്ക്കുക, 0 മാറി. ഇനി സംഖ്യകൾ താഴ്ത്തിയിടാനുണ്ടോ? ഇല്ല. അപ്പൊ എനിക്ക് കിട്ടിയത് ഈ മുകളിലുള്ളത് അതിന്റെ ഉത്തരം, മുകളിലുള്ളത് അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 841ന്റെ സ്ക്വയർ റൂട്ട് 29 ആകുന്നു. 841ന്റെ സ്ക്വയർ റൂട്ട് 29 ആകുന്നു. ഇതാണ് ഇതിന്റെ ഉത്തരം. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഒരു കണക്ക് കൂടി നോക്കുക, ഒറ്റ മിനിറ്റ്. 1225 സ്ക്വയർ റൂട്ട് കാണണം. എങ്ങനെയാ ചെയ്യാ? 12 25 അല്ലെ? 12 25. 12 ഏതിന്റെ സ്ക്വയർ പോവും? 12 ഏതിന്റെ സ്ക്വയർ പോവും? ഏതിന്റെ സ്ക്വയർ? 3 മുകളിൽ എഴുതി, 3 സൈഡിൽ എഴുതി. 3 3 3s are 9. 12ന്റെ താഴെ 12 വരെയാണ്. അതിന്റെ താഴെ 9 എഴുതി. 12ന്ന് 9 പോയത്ര 3 ആണ്. 3 എഴുതി. അടുത്ത ഗ്രൂപ്പ് താഴ്ത്തിയിട്ടു. എത്രയാ ഗ്രൂപ്പിൽ വരുന്നത്? 25 ആണ്. അപ്പൊ ഇവിടെ സംഖ്യ എത്രയായിട്ട് മാറി? 325 ആയിട്ട് മാറി. അടുത്ത ക്രിയ ആലോചിക്കുക. 3ന്റെ ഇരട്ടി അല്ലെങ്കിൽ 3നോട് 3 കൂട്ടുക. 6 എഴുതി. 6 കുറച്ച് വിട്ടെഴുതണം. 6ന്റെ വലതു ഭാഗത്ത് ഇവിടെ 5 ആയതുകൊണ്ട് ഞാൻ 5 എഴുതി ഗുണിക്കണം.
നമ്മൾ അത് ആലോചിക്കണം. ഇവിടെ 5 5 എഴുതി കുറിച്ച് നോക്കുക. 25 കിട്ടണം, 5 കിട്ടണമെങ്കിൽ 5നെ 5 കൊണ്ട് കുറിച്ചാൽ 5 വരിക അല്ലേ? അപ്പൊ ആലോചിക്കുക, 65 6ന്റെ വലതുഭാഗത്ത് 5 എഴുതിയാൽ 65നെ 5 കൊണ്ട് കുറിച്ച് നോക്കുക. 65നെ 5 കൊണ്ട് കുറിച്ച് നോക്കുക. 5 25, 5 5s are 25, ബാക്കി 2, പിന്നെയോ 5 6 are 30, 30 plus 2 32, 325 കൃത്യമായി കിട്ടുന്നില്ലേ? അപ്പൊ ഇവിടെ 325 അല്ലേ? ആ 5 മുകളിൽ എഴുതി, ഈ സൈഡിൽ എഴുതി. 5 മുകളിൽ എഴുതുക, സൈഡിൽ എഴുതുക. ഈ 5നെയാണ് 65 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതാണ് ഇവിടെ ചെയ്തത്. 5നെ 65 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 325 ആണ്. നമുക്ക് റിമൈൻഡർ 0. ഇനി സംഖ്യ താത്തിയിടാനില്ല. അതുകൊണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് 1225 എത്രയായിട്ട് മാറി? 35 ആയിട്ട് മാറി. സ്ക്വയർ റൂട്ട് ഓഫ് 1225 35. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണോ? ചെയ്യാൻ അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംഖ്യയുടെ വർഗമൂലം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ചെയ്തു. അതില് ഏറ്റവും ചെറിയ സംഖ്യ 2. ഈ 2ന്റെ വർഗമൂലം കാണും, റൂട്ട് 2. അതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ 2 എന്ന സംഖ്യ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതിലെത്ര സംഖ്യ ഏതിന്റെ വർഗമാണ് പോകുന്നതെന്ന് നോക്കണം. ഏത് സംഖ്യയുടെ വർഗമായിരിക്കും 2ൽ പോവുക? 1ന്റെ വർഗം. ആ 1 മുകളിൽ എഴുതി, 1 സൈഡിൽ എഴുതി. 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് 1 തന്നെ കിട്ടുക. 2ന്ന് 1 പോയാൽ 1. ഇനി 2 കഴിഞ്ഞിട്ടാണ് ദശാംശം, അതിനുശേഷം പൂജ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോ 2 പൂജ്യം ഇവിടെ ദശാംശം വരുന്നതുകൊണ്ട് ഇനി അടുത്ത ഉത്തരം എഴുതുമ്പോൾ ദശാംശം വരണം. ഇനി ഒരു ഗ്രൂപ്പിൽ 2 പൂജ്യങ്ങളാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ 2 പൂജ്യങ്ങൾ അടങ്ങിയ ഗ്രൂപ്പ് താഴ്ത്തിയിടും. ഇപ്പൊ 100 മാറി. ഇവിടെ 1ന്റെ ഇരട്ടി 2 സൈഡിൽ എഴുതും. 2ന്റെ വലതുഭാഗത്തൊരു സംഖ്യ എഴുതിയിട്ട് അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാല് 100ൽ പോകുന്ന സംഖ്യ ആയിരിക്കണം. അത് നമുക്ക് 4 ആയിരിക്കും. ആ 4 സൈഡിൽ എഴുതുക, 4 മുകളിൽ എഴുതുക. 4നെ 24 കൊണ്ട് ഗുണിക്കുക. 4 16, 4 8 1 9 96 കിട്ടും. വീണ്ടും ചുരുക്കുക. ചുരുക്കുമ്പോൾ 96 100 പോയാൽ 4. വീണ്ടും അടുത്ത സ്ഥാനം കാണണം. 1.4 ആയിട്ടുള്ളൂ. വീണ്ടും എനിക്ക് ഒരു ഗ്രൂപ്പിലെ അക്കങ്ങളായ 2 പൂജ്യങ്ങൾ കാത്തിയിടും. ഇപ്പൊ 400 നൽകും. ഇവിടെ ഞാൻ പറഞ്ഞു ഒന്നിക്കൽ 14ന്റെ ഇരട്ടി. ഈ 1.4 എന്ന് പറയുമ്പോൾ 14, അതിൽ അക്കങ്ങൾ ചേർത്ത് പറയുക. 14 എഴുതും. 14ന്റെ ഇരട്ടി 28 ആണ്. ആ 28 താഴെ സൈഡിൽ എഴുതുക. അല്ലെങ്കിൽ 24നോട് 1th പ്ലേസിലുള്ള 4 ആഡ് ചെയ്യാം. അപ്പൊ 24നോട് 4 ആഡ് ചെയ്താൽ നമുക്ക് 28 ആണ്. അപ്പൊ ഇങ്ങനെ നോക്കിയാലും 28 ആണ്. ഇവിടെയുള്ള ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ കൂട്ടിയാലും 28 ആണ്. അപ്പൊ 28ന്റെ വലതുഭാഗത്ത് സംഖ്യ എഴുതിയിട്ട് ഗുണിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് 2 പ്രാവശ്യമാകുമ്പോൾ 400നേക്കാൾ വലിയ സംഖ്യയാണ് കിട്ടുക. 2 പ്രാവശ്യമാകുമ്പോൾ അപ്പൊ 1 എഴുതേണ്ടി വരിക. 1 എഴുതുക. 1നെ 281 കൊണ്ട് ഗുണിച്ചാല് 281 തന്നെ കിട്ടുക. അപ്പൊ ഇങ്ങനെ ഇവിടെ കുറക്കുന്ന സമയത്ത് 9 1 10, 8 1 9, 2 1 3, 119 വീണ്ടും അടുത്ത സംഖ്യ 2 പൂജ്യങ്ങൾ ചേർക്കുക. വീണ്ടും 4 1 4 ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് സംഖ്യകൾ കിട്ടും. റൂട്ട് 2ന്റെ വില നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ 1.4 1 4 ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇതാണ് നമുക്ക് ചെറിയ സംഖ്യകൾ വരുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ദശാംശത്തിന് ശേഷം ഉള്ള സംഖ്യകളുടെ ഗ്രൂപ്പുകൾ എഴുതുമ്പോൾ ആ 0 0 എന്ന ഗ്രൂപ്പ് എഴുതിക്കൊണ്ടിരിക്കുക. എന്നിട്ട് സൈഡിൽ എഴുതിയിട്ട് നമ്മൾ ചെയ്യാം. ഇതാണ് റൂട്ട് 2ന്റെ. വേറെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന 1-2 ചോദ്യങ്ങൾ കൂടി നമുക്ക് എഴുതാം. നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് 20 449 20 449 ചെയ്യുന്നത് എല്ലാവരും നോക്കുക. നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ചെയ്യാം. ഗ്രൂപ്പ് ആക്കി തിരിക്കണം. 9 4 ഒരു ഗ്രൂപ്പ്, 0 4 ഒരു ഗ്രൂപ്പ്, 2 മറ്റൊരു ഗ്രൂപ്പ്. ആദ്യത്തെ ഗ്രൂപ്പിൽ 2 ആളുകള് 2ന് ഏതിന്റെ വർഗം പോകും? 1ന്റെ വർഗം പോകും. 1ന് 1 നമ്മൾ അടിയിൽ എഴുതി. 2ൽ നിന്ന് 1 പോയാൽ 1 ആണ്. അടുത്ത ഗ്രൂപ്പിലുള്ള 0 4 താക്കിയിട്ടു.
1ന്റെ ഇരട്ടി സൈഡിൽ എഴുതി 2നെ വലതുഭാഗത്തൊരു സംഖ്യ എഴുതി ഗുണിച്ചു കഴിഞ്ഞാൽ 104 പോകണം. അപ്പോ അത് 4 ആയിരിക്കും. കുടിച്ചു നോക്കണം, ആവശ്യമുള്ളവർ കുടിച്ചു നോക്കുക. 4 എഴുതുക. 4നെ 24 കൊണ്ട് ഗുണിച്ചാല് 96 നമുക്കറിയാം. 4 16 4 8 9 96 കിട്ടും. ഇവിടെ കുറക്കുക. 4 6 പോയാൽ 8, 14 6 പോയാൽ 8, ഇവിടെ 9 9 പോയാൽ 0. അപ്പൊ നമുക്ക് ശിഷ്ടം 8 എന്ന് കിട്ടി. അപ്പൊ വീണ്ടും അടുത്ത സംഖ്യ താഴ്ത്തിയിടണം. 49 എഴുതി കഴിഞ്ഞാൽ 14ന്റെ ഇരട്ടി ഇവിടെ എഴുതണം, അല്ലെങ്കിൽ 24നോട് 4 കൂട്ടണം, 28. 28ന്റെ വലതുഭാഗത്തൊരു സംഖ്യ എഴുതിയിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 849 കിട്ടണം. 9 വരുമ്പോൾ നമുക്ക് നോക്കുക, ഏകദേശം 9 വരുന്ന 3 ഉണ്ട്, അതുപോലെ 7 49 ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ 124 എഴുതിയിട്ട് 28 എഴുതിയിട്ട് അതിന്റെ വലതുഭാഗത്ത് 3, ഇതിപ്പം 800 ആയതുകൊണ്ട് ഏകദേശം 3 മാത്രമേ പോകൂ. അപ്പൊ 3 സൈഡിൽ എഴുതി 3 കൊണ്ട് കുടിച്ചു നോക്കുക. 3 9 324 2 6 2 8 കൃത്യമായിട്ട് 849 കിട്ടുന്നുണ്ട്. അപ്പൊ 33 3 മുകളിൽ എഴുതി 3 സൈഡിൽ എഴുതി ഗുണിച്ചാൽ 849 ശിഷ്ടം എത്രയായിട്ട് മാറും? 0 മാറും. അപ്പോ വർഗമൂലം എത്രയായിട്ട് മാറി? 20,499ന്റെ വർഗമൂലം 143 ആണ് നമുക്ക് കിട്ടും. ഒരു കണക്കും കൂടി നോക്കാം. നമുക്ക് 4,31,649 ഈ കണക്ക് ചെയ്യുന്ന വിവരിച്ചു. ഇവിടെ 2 സ്ഥാനം വരുമ്പോൾ 4 9 1 6 43 43 ഏതിന്റെ വർഗം പോവാം? 6 36 7 49 ആണ്. 49 വരുമ്പോൾ 43 നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോ 6 36 6 എഴുതി 6 സൈഡിൽ എഴുതി 6 36 43 നിന്ന് 36 പോയാൽ 7 ആണ്. അപ്പൊ 7 എഴുതി അടുത്ത സംഖ്യ താഴ്ത്തിയിട്ടു 16 716 ആയി. 6ന്റെ ഇരട്ടി 12 ആണ്. 12ന്റെ വലതുഭാഗത്ത് ഒരു സംഖ്യ എഴുതി ഗുണിച്ചാല് എത്ര പോകണം? 716 കിട്ടണം. അപ്പൊ 12ന്റെ വലതുഭാഗത്ത് ഞാൻ ഏതെഴുതുന്ന 5 എഴുതിയാൽ 5 കൊണ്ട് ഗുണിക്കുക. 5 25 അതിന്റെ 10 12 5 6 625. ഇനി 6 എഴുതി കുറിച്ച് നോക്കുക. 126നോട് 6 ഗുണിച്ചാല് 6 36 6 12 3 15 ബാക്കി 1 6 7 756. ഇവിടെ എത്രയേ ഉള്ളൂ? 716 മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര പ്രാവശ്യം പോലും? 5 പ്രാവശ്യം. ആ 5 മുകളിൽ എഴുതി 5 സൈഡിൽ എഴുതി 5നെ 125 കൊണ്ട് കുടിച്ചാല് 625 ആയി. ഇവിടെ ശിഷ്ടം 6ൽ നിന്ന് 5 പോയാൽ 1, 11ൽ നിന്ന് 2 പോയാൽ 9 91 ആയി. അടുത്ത 2 അക്കങ്ങൾ താഴ്ത്തിയിടുമ്പോൾ ഗ്രൂപ്പ് താഴ്ത്തിയിടുമ്പോൾ 49 താഴ്ത്തിയിട്ടു 9149 ആയി. ഇനി അടുത്തെന്താ വേണ്ടത്? 125നോട് 5 കൂട്ടുക, അല്ലെങ്കിൽ 65ന്റെ ഇരട്ടി. 125നോട് 5 കൂട്ടിയാല് 130 ആണ്. ആ 130 എഴുതി അതിന്റെ വലതുഭാഗത്ത് ഒരു സംഖ്യ എഴുതി കുറിച്ചാല് 9149. അപ്പൊ 1000 ആയതുകൊണ്ട് 9 വരണമെങ്കിൽ 7ന്റെ ഗുണിതായിരിക്കണം. അപ്പൊ 130നോട് കൂടിയിട്ട് 7 എഴുതുന്നു, 7 കൊണ്ട് ഗുണിക്കുന്നു. 1307 7 കൊണ്ട് ഗുണിച്ച് നോക്കുക. 7 49 ബാക്കി 4 7 0 0 4 7 3 21 ബാക്കി 2 7 2 9 9149 കിട്ടും. അപ്പൊ ഇവിടെയുള്ള സംഖ്യ കിട്ടി. അപ്പൊ 7 പ്രാവശ്യം 7 സൈഡിൽ എഴുതി 7 മുകളിൽ എഴുതി 9049 ശിഷ്ടം 0 എന്ന് പറയുമ്പോൾ 4,31,649ന്റെ വർഗമൂലം 657. ഈ രീതിയിൽ നമുക്ക് കണ്ടൂടെ? എളുപ്പമല്ലേ? കൃത്യമായിട്ട് കിട്ടുന്നതിൽ ചെയ്യാം. അതേപോലെ ഡെസിമൽ പോയിന്റ് വരുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കണക്കും കൂടി ചെയ്തുകൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാം. അവസാനത്തെ കുറച്ചും കൂടി വലിയ ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. 55 64 885 881 ഈ ഒരൊറ്റ കണക്കും കൂടി നോക്കുക.
ആദ്യം ഇതിനെ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. 1, 8 ഒരു ഗ്രൂപ്പ്, 4, 8 ഒരു ഗ്രൂപ്പ്, 5, 6 ഒരു ഗ്രൂപ്പ്, 5 ഒരു ഗ്രൂപ്പ്. ഇവിടെ ഈ ഗ്രൂപ്പുകളുടെ എണ്ണത്തിൽ നിന്ന് അതിലുള്ള വർഗമൂലങ്ങളുടെ എണ്ണം, വർഗമൂലത്തിലെ അക്കങ്ങളുടെ എണ്ണം നമുക്ക് പറയാം. 1, 2, 3, 4. 4 അക്കങ്ങളുള്ള ഒരു സംഖ്യയായിരിക്കും ഇതുണ്ടാവുക. അപ്പൊ അതിലുണ്ടാകുന്ന വർഗമൂലത്തിന്റെ ഇന്റിജർ പാർട്ട് എന്ന് പറയുന്നത് 4 അക്കങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ 5-ൽ പോകുന്നത് 2ആണ്, 2ന്റെ വർഗമാണ്. ഇത് 2, 4 ഗുണിച്ചെഴുതി 5-ന്ന് 4 പോയാൽ 1. അടുത്ത സംഖ്യ താത്തിയിട്ടോ 56. 156 എന്ന് എഴുതിയാൽ അതിന് നേരെ 4, 2ന്റെ ഇരട്ടി 4. 4ന്റെ വലതുഭാഗത്ത് സംഖ്യ എഴുതി ഗുണിക്കണം. 4ന്റെ വലതുഭാഗത്ത് ഞാൻ 5 എഴുതിയാൽ 5 മുകളിൽ എഴുതുക. 5 പോകൂല, അല്ല 4 20ആണ്. സോറി, 5 പോകൂല. ഇവിടെ 156 മാത്രമേ ഉള്ളൂ. എനിക്ക് 3 പ്രാവശ്യം പോകും. 3 മുകളിൽ എഴുതുക, 3 സൈഡിൽ എഴുതുക. 3, 9, 4, 12. 4 പ്രാവശ്യം ആകുമ്പോ 4, 16, 15 വലുതാവും. ഇപ്പൊ 4 എടുക്കാൻ പറ്റില്ല. അപ്പൊ 3, 9, 9ഉം 7ഉം 16. 4ലേക്ക് 2, 2, 4, 27 ശിഷ്ടം വന്നു. അടുത്ത സംഖ്യകൾ താത്തിയിടുക. 48. 43നോട് കൂടിയിട്ട് 3 കൂട്ടുമ്പോൾ 6 ആയി. 46ന്റെ വലതുഭാഗത്ത് സംഖ്യ എഴുതി ഗുണിച്ചാല് 2748 കിട്ടണം. ഇവിടെ 27, 4 വരുമ്പോൾ ഏകദേശം 5 പ്രാവശ്യം പോവും. 5, 6 ആകുമ്പോൾ 6, 26, 36, 24, 3, ഇതിനേക്കാളും വലിയ സംഖ്യയിൽ വരിക. അപ്പൊ 5 എഴുതി. 5, 25, ബാക്കി 2. 6, 5, 30, 32, ബാക്കി 3. 14, 23, 23. ഇനി 6 പ്രാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ 6 കൊണ്ട് ഗുണിച്ച് നോക്കുക, കിട്ടൂല്ലോ. 466 എഴുതിയിട്ട് 6 കൊണ്ട് ഗുണിക്കുക. 6, 36, 36, 36, 3, 39. 6, 24, 3, 27, 2796 വരുന്നുണ്ട്. ഇവിടെ 48 ഉള്ളൂ, 748 ഉള്ളൂ. അതുകൊണ്ട് 6 പ്രാവശ്യം പോവില്ല, 5 പ്രാവശ്യം. അടുത്ത് കുറക്കുക. 8ൽ നിന്ന് 5 പോയാൽ 3, 4ൽ നിന്ന് 2 പോയാൽ 2, 7ൽ നിന്ന് 4 പോയാൽ 7ൽ നിന്ന് 3 പോയാൽ 4, 423. 81 അടുത്ത ഗ്രൂപ്പ് താത്തിയിട്ടു. 81 ഇവിടെ 465 465നോട് 5 കൂട്ടിയതുകൊണ്ട് 470 കിട്ടും. ഈ 470ന്റെ വലതുഭാഗത്ത് സംഖ്യ എഴുതി ഗുണിച്ചാല് ഈ സംഖ്യ കിട്ടണം. 1 ആയതുകൊണ്ട് ഏകദേശം നമുക്ക് 9 എടുക്കാൻ പറ്റുമോ? 9, 36, ഇവിടെ 42 ഉണ്ട് അല്ലേ? അപ്പൊ 9 എഴുതി ഗുണിച്ചു നോക്കുക. 9 എഴുതുന്നു. 9, 9, 80. വർഗമൂലം എനിക്ക് 2359 എന്ന സംഖ്യ കിട്ടുന്നു. ഈ തരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പഠിക്കും. ഇതാണ് നമ്മൾ ഹരണക്രിയ രീതി എന്ന് പറഞ്ഞുകൊണ്ട് സ്ക്വയറത്തിനറിയില്ല. 6, 7, 9, 4, 1 നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ഡെസിമൽ കിട്ടും. ഇല്ലെങ്കിൽ ഡെസിമൽ കണ്ടുപിടിച്ചോളൂ. അപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കാം. ഇനി ഗ്രൂപ്പ് ആക്കണം. എങ്ങനെയാ ഗ്രൂപ്പ് ആക്കുക? 1, 4, 1, 4 ഒരു ഗ്രൂപ്പ്, 9, 7 മറ്റൊരു ഗ്രൂപ്പ്, 6 ഒരു ഗ്രൂപ്പ്. 6ൽ 7ന്റെ സ്ക്വയർ പോവും. 6ന്റെ 7ന്റെ സ്ക്വയർ പോവും. ഏതിന്റെ സ്ക്വയർ? 2. 2 മുകളിൽ എഴുതി, 2 സൈഡിൽ എഴുതി. 2ന് 2 കൊണ്ട് ഗുണിച്ചാല് 4. 6ന് അടിയിൽ എഴുതി ഇല്ലേ? 6ന് അടിയിൽ 4 എഴുതി. കുറച്ചു. എത്ര? 2. പിന്നെ അടുത്തെന്താവണ്ട്? അടുത്ത ഗ്രൂപ്പ് താഴ്ത്തിയിടണം. 7, 9 താഴ്ത്തിയിട്ടു. 279 ആയി. അടുത്തെന്താവണ്ട്? 2ന്റെ ഇരട്ടി അല്ലെങ്കിൽ 2നോട് 2 കൂട്ടുക. 2നോട് 2 കൂട്ടിയാല് 4. 4ന്റെ വലതുഭാഗത്ത് ഒരു സംഖ്യ എഴുതി അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാല് 279 പോണം. 4ന്റെ വലതുഭാഗത്ത് നമുക്ക് ഏത് സംഖ്യ എഴുതാം? 5 ഞാൻ എഴുതുന്നു വിചാരിച്ചോ. 5 എഴുതുമ്പോൾ 5, 25, 14, 22, 22 കിട്ടുക. 225 കിട്ടുന്നത്. ഇനി 6 കൂടി എഴുതി ഗുണിച്ച് നോക്കുക. 6 എഴുതുമ്പോ 4, 36, 6, 24, 3, 27 അല്ലേ? 276. ഇവിടെ 279 ഉണ്ട് അല്ലേ? അപ്പൊ എത്ര പ്രാവശ്യം പോവും?
എത്ര പ്രാവശ്യം പോവും? 6 ടൈംസ് പോകൂലേ? അപ്പൊ 6 മുകളിൽ എഴുതി, ഇതിന്റെ മുകളിൽ എഴുതി, എന്നിട്ട് ആ 6 ഇവിടെ എഴുതി, ആ 6 ഇവിടെ എഴുതി. ഈ 6നെ 46 കൊണ്ട് ഗുണിക്കുക. 6 36, 6 24, 27, 276 എഴുതി കഴിഞ്ഞല്ലോ. എന്നിട്ടോ അടിയിൽ വരയിടുക, കുറച്ചാല് 9 4 പോയാൽ 3, 9 4 പോയാൽ 3. ഇനിയോ ഇത് ഇതെല്ലാം 0 ആയിട്ട് മാറി. പിന്നെ അടുത്ത ഗ്രൂപ്പ് താത്തിയിടണം. അടുത്ത ഗ്രൂപ്പ് എത്രയാണ്? 341. അടുത്ത ഗ്രൂപ്പ് താത്തിയിടുമ്പോൾ 41. ഇനി ആലോചിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ നോക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് വരുമ്പോ 26ന്റെ ഇരട്ടി 52, ഒന്നിക്ക് 52, അല്ലെങ്കിലോ 46നോട് ഇനി മുകളിലുള്ള 46 6 കൂട്ടുക. ഒറ്റയുടെ സ്ഥാനത്തുള്ളത് അല്ലെ, വൺത്ത് പ്ലേസിലുള്ളത് 46നോട് 6 കൂട്ടിയാലും എനിക്ക് എത്ര കിട്ടുക? 52 കിട്ടുക. ഒന്നുകിൽ 26ന്റെ ഇരട്ടി 52 എഴുതുക, അല്ലെങ്കിൽ 46നോട് 6 കൂട്ടിയാൽ 52. ഇനി 52ന്റെ വലതുഭാഗത്ത് ഒരു സംഖ്യ എഴുതിയാൽ അതേ സംഖ്യ ഗുണിക്കുമ്പോൾ ഏതിന് പോണം? 341 പോണം. നമ്മൾ ഇതിലേക്ക് എത്തി. ശ്രദ്ധിക്കുക, 52ന്റെ വലതുഭാഗത്ത് ഏറ്റവും ചെറിയ 1 എഴുതിയാൽ തന്നെ 1 കൊണ്ട് ഗുണിച്ചാല് എനിക്ക് എത്ര കിട്ടുക? 521 കിട്ടുക. ഈ 521 ഏതിനേക്കാൾ വലുതാണ്? 341നേക്കാൾ വലുതാണ്. തീർച്ചയായിട്ടും പോവൂല. ഹരിക്കുമ്പോൾ നമ്മൾ പോവാതിരിക്കുമ്പോൾ എന്താണ് ചെയ്യുക എന്ന് ഓർമ്മിക്കുക. പോവാതിരിക്കുമ്പോൾ ഉത്തരത്തിൽ 0 ചേർക്കണം. 1 നമുക്ക് എഴുതിയിട്ട് പോവൂല 0 ചേർക്കുക. ഉത്തരത്തിൽ 0 ചേർക്കുന്നതിനോടൊപ്പം ഇവിടെയും 0 ചേർക്കുക. 52ന്റെ കൂടെയും 0 ചേർക്കുക. 341 എന്ന സംഖ്യയോട് വീണ്ടും അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇല്ല. 41 കഴിഞ്ഞ സംഖ്യയില്ല. ദശാംശം കഴിഞ്ഞിട്ട് 00 ആണുള്ളത്. അപ്പൊ അത് ഗ്രൂപ്പാക്കിയാൽ എനിക്കുണ്ടാവുന്നത് ഏതാണ്? 2 0 ആ 2 0 ഞാൻ ചേർത്തു. ഇവിടെ ചേർക്കുമ്പോൾ ഇവിടെ ഡെസിമൽ വരുന്നുണ്ട്. ഉത്തരത്തിൽ ഇതില് ഡെസിമൽ വരുന്നുണ്ട്. ഇനി ഇവിടെയും ഉത്തരത്തിലും ഡെസിമൽ ഇടുക, പോയിന്റ് ഇടുക. മറ്റെവിടെയും പോയിന്റ് ഇടണ്ട. 260 വരെ നമുക്ക് ഉത്തരം കിട്ടി. പിന്നെ പോയിന്റായി, പിന്നെ പോയിന്റ് സംഖ്യ വരിക. ഇനി എന്താവുണ്ട്? നേരത്തെ ചെയ്തതുപോലെ തന്നെ 520 അതിന്റെ വലതുഭാഗത്ത് ഒരു സംഖ്യ എഴുതി അതുകൊണ്ട് ഗുണിച്ചാല് 34,100 കിട്ടണം. ഇതിന് പോണം. 52ന്റെ കൂടെ ഞാൻ 0 എഴുതിയാൽ 6 എഴുതിയാൽ 5206നെ 6 കൊണ്ട് ഗുണിക്കുക. 6 36, 3 6 12, 6 5 31. നിങ്ങൾ ആലോചിക്കുക, 31,236 പോവും. ഇനി 7 ഞാൻ എഴുതിയെങ്കിലോ 7നെ 7 കൊണ്ട് ഗുണിച്ച് നോക്കേണ്ടി വരും. 5 കൊണ്ട് ഗുണിക്കേണ്ടി വരും, ഇല്ലേ? 7 5 എത്രയായിട്ട് മാറി? 35ആയി. 35 ഇവിടെ എത്രയുള്ളൂ? 34 ഉള്ളൂ. അപ്പൊ നമ്മൾ ഗുണിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? 7 പ്രാവശ്യം പോകൂല. എത്ര പ്രാവശ്യം മാത്രമേ പോകൂ? 6 പ്രാവശ്യം. ആ 6 മുകളിൽ എഴുതുക, ഇവിടെ എഴുതുക. 6ന് 5206 കൊണ്ട് ഗുണിച്ചാലാണ് 31,236. കുറയ്ക്കുക. വീണ്ടും ഒരു സ്ഥാനം വേണമെങ്കിൽ 2 0 ചേർക്കുക. 5206നോട് 6 കൂട്ടിയാൽ 5212 ഇവിടെ സൈഡിൽ എഴുതുക. ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ദശാംശം അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ തരത്തിൽ കൃത്യമായിട്ട്